ശ്രീജിത്ത് പെരുമന കൂടി നമുക്കൊപ്പം. അഡ്വക്കേറ്റ് ശ്രീജിത്ത്, ഇങ്ങനെ വിചാരണ നടപടികൾ വൈകിപ്പിക്കാൻ മറ്റൊരു കേസിലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ, അത് 1-ാം പ്രതിയാകട്ടെ 8-ാം പ്രതിയാകട്ടെ, അത്രയ്ക്കും ശക്തരാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? നിങ്ങളല്ലേ പറയുന്നത് അത്രയ്ക്കും ശക്തനാണ്, അത്രയും ബന്ധങ്ങളുണ്ട്, അത്രയും പ്രശ്നങ്ങളുണ്ട്. പുള്ളിയാണ് ഈ നാട്ടില് എന്താണ് ഈ പറയുന്ന എല്ലാ സാക്ഷികളെയും സ്വാധീനിക്കുന്നത്. അദ്ദേഹമാണ് ജഡ്ജിനെ തീരുമാനിക്കുന്നത്, ജഡ്ജ് അദ്ദേഹത്തിന്റെ ഒരു ബിനാമിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളും എനിക്ക് തോന്നുന്നു അതിജീവിതയേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ സമയം ഇത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും ഒക്കെ നിങ്ങൾ മാധ്യമങ്ങളാണ്. അതായത് താല്പര്യം എന്താണ് താല്പര്യം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ കോടതികളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദിലീപ് 8-ാം പ്രതിയെ തൂക്കിക്കൊല്ലണമെന്ന് മാത്രമേ നിങ്ങൾക്ക് ആഗ്രഹമുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ. പൾസർ സുനി കുലീനനായിട്ടുള്ള മനുഷ്യനാണ്. പൾസർ സുനിയുടെ ഒരു ഹിസ്റ്ററിയിലേക്ക് ആരും പോയിട്ടില്ല. പൾസർ സുനിയുടെ അമ്മയെയൊക്കെ അമ്മ പറയുന്ന കത്തും അമ്മ പറയുന്ന ഒരു ഇതൊക്കെ വളരെ സെന്റിമെന്റലോടുകൂടെ നിങ്ങൾ അവതരിപ്പിച്ചതാണ്. അത് സമൂഹം ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രചരിപ്പിച്ചതാണ്. അപ്പോ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഒരു അജണ്ട, നിങ്ങളുടെ എന്ന് ഞാൻ ന്യൂസ് 18നെയോ താങ്കളുടെയോ അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ കൃത്യമായിട്ട് ദിലീപ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ അദ്ദേഹം ഒരു എന്താണ് അയാളുടെ ഒരു സ്വയം ഒരു പ്രയത്നത്താൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അത് അദ്ദേഹം പ്രൊഡ്യൂസേഴ്സിന്റെയോ തിയേറ്റർ ഓണേഴ്സിന്റെയോ അമ്മയുടെയോ ഏതൊക്കെ സംഘടനകളിൽ വന്നിട്ടുണ്ടോ അതിന്റെ ഓണറായിട്ടുണ്ടോ അതൊക്കെ അതൊരു സ്വയ പ്രയത്നത്താൽ ഉണ്ടാക്കിയെടുത്തുള്ളതാണ്. അപ്പം ആ പ്രയത്നത്താൽ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു സാധനം എല്ലാം ഇല്ലാതെയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് കൺവിക്ട് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരു സമൂഹം ആരാണോ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് അത് സാമൂഹികമായിട്ട് അയാളെ ഇല്ലാതെയാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രയത്നം, അത് 7.5 വർഷം പോയി എന്നുള്ളതാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത്. അഡ്വക്കേറ്റ് ശ്രീജിത്ത്, ഈ 7.5 വർഷം മാധ്യമങ്ങളുടെ ഇടപെടൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പോൾ ഈ 7.5 വർഷം സാക്ഷികളെ സ്വാധീനിക്കുന്നു, സാക്ഷികളുടെ മൊഴി മാറ്റുന്നു, തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം വരെ നടക്കുന്നു. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ചെയ്യുക എന്ന് തോന്നുമ്പോൾ ആ പ്രതിപട്ടികയിലെ പ്രബലൻ ആരാണ് എന്ന് ചോദിക്കേണ്ടതായി വരുന്നു. അങ്ങനെയാണ് ദിലീപിന്റെ പേര് വീണ്ടും പറയുന്നത്, കണക്ട് ചെയ്യപ്പെടുന്നത് ഇതാർക്ക് വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ പ്രബലനാണ്. ആ പ്രബലൻ 8-ാം പ്രതി അല്ലാതെ മറ്റാരാണ് എന്ന് ചോദിച്ചു പോകുന്നത് അതുകൊണ്ടല്ലേ? താങ്കൾ എപ്പോഴും പറയുന്നത് ഒരു വലിയ കോടതി ലക്ഷ്യമാണ്. കാരണം എന്താ അറിയോ, താങ്കൾ പറഞ്ഞിട്ടുള്ള അതിന്റെ ഒരു പൊരുൾ എനിക്ക് മനസ്സിലായി. അതില് ബിന്ദു പണിക്കർ, അതുപോലെ തന്നെ സിദ്ദീഖ്, നാദിർ ഷാ ഇവരൊക്കെ മൊഴിമാറ്റി. ഈ മൊഴി മാറ്റാൻ പറഞ്ഞതുകൊണ്ട് അവർ മൊഴിമാറ്റി കോടതിയിൽ പറഞ്ഞു. അത് കേസിനെ വളരെ വിപരീതമായിട്ട് ബാധിക്കുന്നു. അതുകൊണ്ട് അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളതൊക്കെയാണല്ലോ നിങ്ങളുടെയൊക്കെ വാദം. ഈ കേസ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും വിചാരണ കോടതിയിലും എത്രയോ വർഷങ്ങൾ വന്നതാണെന്നേ. ഞാൻ തരണോ ആ ജഡ്ജ്മെന്റ് ഒക്കെ അപർണയ്ക്ക് ഞാൻ അയച്ചു തരാം. അപർണ, ഞാൻ അയച്ചു തരാം. അതിലൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. The prosecution has miserably failed to prove എന്ത് ഏതെങ്കിലും ആളുകളെ സ്വാധീനിക്കാൻ, ഏതെങ്കിലും വിറ്റ്നസിനെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും എവിഡൻസ് ടാമ്പർ ചെയ്യാൻ, ഏതെങ്കിലും തെളിവുകൾ നശിപ്പിക്കാൻ ദിലീപ് ശ്രമിച്ചു എന്ന് പറയുന്നതിന് ഏതെങ്കിലും സാങ്കത്യമില്ല. അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് ആദ്യം വിചാരണ കോടതി പറഞ്ഞു. പിന്നീട് അതിൽ അപ്പീലുമായിട്ട് സ്റ്റേറ്റും അതിജീവിതയും ഹൈക്കോടതിയിൽ പോയി, അവിടെയും പറഞ്ഞു. അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഒരു വാർണിംഗ് കൂടെ ആ സമയത്ത് കൊടുത്തു. എന്താ സുപ്രീം കോടതി പറഞ്ഞത്? സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ നിരന്തരമായി ഈ പറയുന്ന സ്പെഷ്യൽ CBI കോടതിയുടെ ഈ പ്രത്യേക കോടതിയുടെ ട്രയൽ ജഡ്ജായിട്ടുള്ള ആളുകൾക്കെതിരെ വ്യക്തിപരമായി പോലും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് ഞങ്ങൾക്ക് ഇനിയും കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ മാലാഖമയല്ലേ? പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു ചോദ്യം ഈ ചർച്ച തുടങ്ങിയപ്പോഴേ ചോദിച്ചുകൊണ്ടേ പോകുന്നു. അതുകൊണ്ട് ഈ പ്രോസിക്യൂഷൻ എന്ത് ചെയ്തു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. ഒരു ചോദ്യം, ഒറ്റ ചോദ്യം. അവർ ഒരു
സ്റ്റേറ്റ് ആണ് പ്രോസിക്യൂട്ടർ. സ്റ്റേറ്റ് ഈ പറയുന്ന 8ാം പ്രതിയെ മാത്രം തൂക്കിക്കൊന്നാൽ മതി എന്ന് ഓരോരോ മുൻധാരണ വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. അത് പോട്ടെ, സ്റ്റേറ്റ് മുന്നോട്ട് പോകുന്നു. സ്റ്റേറ്റിന് മുഖം തപ്പാനുള്ള സമയങ്ങളിലൊക്കെ ദിലീപിന്റെ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 8ാം പ്രതി നമ്മൾ എവിടെയാ പൾസർ സുനിയെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല പറഞ്ഞ 28 ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള പൾസർ സുനിയെ കുറിച്ച് അപർണ ചർച്ച ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ചാനൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ചാനൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? വേറൊരു ട്രീ കട്ടർ ചാനൽ എവിടെ? ആ ചാനൽ എന്താ ചെയ്യുന്നത്? ആ ചാനൽ എന്താ അവിടെ ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞത്, പൾസർ സുനിയെ കുറിച്ച് നിങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ പോലും പൾസർ സുനി എന്ന് പറയുന്ന ഒരാളെ പറ്റി ഞാൻ പറയുന്നു 28 കേസുകൾ. പൾസർ സുനിയെ കുറിച്ച് തന്നെ ചോദിക്കാം. ഈ പറയുമ്പോൾ ഈ വിധത്തിലുള്ള ഒരു കണക്ഷനും ഇല്ല എന്ന് പറയുന്നിടത്ത് തുച്ഛമായിട്ടുള്ള ശമ്പളം അല്ലെ 63 രൂപ അങ്ങനെ എന്തോ ആണ് കിട്ടുന്നത്. ഈ ലക്ഷങ്ങൾ മുടക്കി സുപ്രീം കോടതിയിൽ പൾസർ സുനിക്ക് വക്കീലിനെ വെച്ചത് ആരായിരിക്കും? നിങ്ങളുടെ ഒരു ഗസ്സാണ് ഞാൻ ചോദിക്കുന്നത്. അപർണ അത് ഞങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. ഞാൻ ദിലീപിന്റെ വക്കാലത്ത് പിന്നെ എന്താണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളോട് വന്ന് പറയാനുള്ള ഒരാളല്ല. എന്നാൽ പോലും പറയാം, ആളുണ്ട്. ആരാ? ഗോവിന്ദചാമിക്ക് ഒറ്റക്കൈനായിട്ടുള്ള ഭിക്ഷ എടുത്ത് ജീവിക്കുന്ന ഗോവിന്ദചാമിക്ക് വേണ്ടിയിട്ട് ആരാ പറഞ്ഞ പിന്നെ എന്താണ് സുപ്രീം കോടതിയിൽ പിന്നെ ഇത്രയും വലിയ വക്കീലിനെ വെച്ചത്? ആരാണ് പറഞ്ഞത് ചെയ്തത്? അപ്പം എന്താണ് ആകാശത്തിലെ പറവകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു വലിയൊരു സംവിധാനം ഉണ്ടായിരുന്നു പറഞ്ഞു. അതിനൊരു മാഫിയ തന്നെ അതിന്റെ ബാക്കിലുണ്ട് എന്നൊക്കെ പറയുന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഞാൻ പറയാം, കൃത്യമായിട്ട് ആളുണ്ടെന്നേ. ആ ആളുകളെ എണ്ണി പറയാൻ ഈ സിനിമയുമായിട്ട് ചെറിയ ഓരോരോ എന്താണ് പൊക്കിൽ കൊടി ബന്ധമുള്ള എനിക്കും പറയാനുണ്ട്. ഇപ്പോഴല്ല, അത് കൺവിക്ഷൻ ആണോ അക്വിറ്റൽ ആണോ എന്താണെന്ന് നടക്കട്ടെ, അതിനുശേഷം ഞാൻ പറയാം. കാരണം ഇതിന്റെ ഒരു ഭാഗവാക്കായിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് അതിനിപ്പോ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ശ്രീത്ത പണിക്കർ ഇവിടെയുണ്ട്. പണിക്കർ പറയുന്ന ഓരോ വാക്കും കറക്റ്റാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ തന്നെ, അതായത് വേറൊന്നും ഇല്ലെന്നേ ഞങ്ങൾ പറയത്തേ ഉള്ളൂ. അയാള് പ്രതിയാണെങ്കിൽ അയാൾ ഇങ്ങനെ എന്തെങ്കിലും ലോകത്ത് കേട്ട് കേൾവിയില്ലാത്ത കാര്യമാണല്ലോ പറഞ്ഞ ഇത് ബലാത്സംഗം ചെയ്യാറുണ്ട്. അത് എന്താണ് ഞാൻ തിരികെ എത്താം, ആ പോയിന്റിലേക്ക് തിരികെ എത്താം.